എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ കുറേ പേര് മുമ്പോട്ട് വരുന്നുണ്ട്. ഞാൻ ഇത്ര എമൗണ്ട് തരാം, അവർ പോയി സഹായിക്കും, ഇങ്ങനെ ആരെങ്കിലും സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേര് വരാറുണ്ട്. അങ്ങനെ വന്നതിലൊരു ഹ്യൂജ് എമൗണ്ട് എത്രയായിരിക്കും? അങ്ങനെ ബൾക്കായിട്ട് വലിയ എമൗണ്ട് ഒന്നും വരില്ല. ഒരു 5,000 10,000 അങ്ങനെയൊക്കെ വരും. കുറച്ച് പേര് അയച്ചു തരും. കുറച്ച് പേർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അത് വീഡിയോടെ അവർ പറയില്ല. അപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കും, അതിൻ്റെ പേരിൽ കൊണ്ടു കൊടുക്കും. പക്ഷെ വീഡിയോ ഒന്നും ഇടില്ല, പറയില്ല. അഭിലാഷിനൊരു ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് കയ്യിൽ കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ആദ്യം ഞങ്ങൾക്ക് കുറേ കടമുണ്ട്, വീട്ടിൽ കുറേ കടമുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സോൾവ് ആക്കും. എന്നിട്ട് ബാക്കി ഇതേപോലെ ഓൾഡ് ഏജ് ഹോമും അങ്ങനെ ചെയ്യും. അത് അമ്മൻ്റെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ അത് ശരിയാക്കും. അത് കാരണം ഞമ്മക്ക് എപ്പോഴും ആളുണ്ടാവുമല്ലോ, ഞമ്മക്കായിട്ട് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അവരൊക്കെ അവരുടെ സംസാരിക്കാം. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്. ഇപ്പോ അഭിലാഷ് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്കൊരു വീട് വെച്ചിട്ട് അത് സൈഡിലോ നമ്മളുടെ വീട്ടിലായാലും ഒരു റൂം അതാണ് ഒരു 5-6 പേര് നോക്കണം. ഇപ്പൊ അഭിലാഷ് പറയുന്നുണ്ട്, അഭിലാഷ് അപ്പൊ എന്താ ഇപ്പൊ എന്നെ പോലെയല്ലേ, എന്നെ വെച്ച് പ്രായം കൂടി ഇവർക്ക് ഒരു തൊഴിലുമായി. നമ്മളിങ്ങനെ തൊഴിൽ ചെയ്യാൻ പോവാണല്ലോ, അപ്പൊ അവർക്കൊരു തൊഴിലുമായി, എനിക്കൊരാളുമായി, സംസാരിക്കാനും ആളായി, വീട്ടിൽ അനക്കവും. അതാണ് ഒരു സന്തോഷവും കിട്ടും അല്ലേ. ഏറ്റവും വലിയൊരു ആഗ്രഹം അതാണ്. അതെന്തായാലും സാധിക്കും. അപ്പൊ ഞങ്ങളുടെ അടുത്ത് കുറച്ച് സ്ഥലം കിടക്കണ്ടേ, അപ്പൊ ഞാൻ പറയും ഈ സ്ഥലം നമുക്ക് വാങ്ങിച്ചിട്ട് ഇതിൽ തുടങ്ങാൻ വീട്ടിനോട് ചേർന്നിട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയും. എനിക്ക് ചെറുപ്പം തൊട്ടേ ആ സ്ഥലത്തിനോട് നോട്ടമുണ്ട്. അപ്പൊ അത് വാങ്ങിച്ചാൽ എല്ലാം ഈ പ്ലാനൊക്കെ നടക്കും. അപ്പൊ എന്തായാലും ആ പ്ലാൻ നടക്കട്ടെ അല്ലേ. അപ്പൊ അല്ലാണ്ട് ഇപ്പൊ നമ്മള് വലിയ ആൾക്കാരാകണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹവും ഇല്ല. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു കുറച്ചധികം കടങ്ങൾ നിങ്ങൾക്കുണ്ട്. ഇപ്പൊ അഭിലാഷ് ജോലിക്ക് അത് പറഞ്ഞാൽ അത്ര വലിയ കടമൊന്നും ഇല്ല, എന്നാലും നമ്മൾക്ക് ഇപ്പൊ പെൺകുട്ടികളുടെ കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ കഴിഞ്ഞതിന്റെ അല്ലാണ്ട് ഇപ്പൊ നമുക്ക് വലിയ കടങ്ങളിൽ ഇല്ല. ഇപ്പൊ സുഖമായി ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ എല്ലാരും ആദ്യം നോക്കുന്നത് സ്വന്തം കാര്യം സേഫ് ആക്കാനാണ്, കടങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാനാണ് എന്നൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാനാണ്. എന്തുകൊണ്ട് സ്വന്തം കടം നമ്മൾക്കിപ്പോ അത്ര തീരാൻ പറ്റാത്ത കടമില്ല. എന്നാ കടമില്ലേ ചോദിച്ചാൽ കയ്യും കാലൊക്കെ ഉണ്ട്, നമ്മൾ പണിയെടുക്കും. പക്ഷെ അവരോ ഓപ്പോസിറ്റ് നിൽക്കുന്നവരോ അവർക്ക് ചിലപ്പോൾ പണിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇപ്പൊ അവര് വന്നിട്ട് ഏതെങ്കിലും കടയിൽ പോയിട്ട് ഒരു ജോലി അന്വേഷിക്കണം, ആരെങ്കിലും കൊടുക്കുമോ? കൊടുക്കില്ല. ഇപ്പൊ കൈയില്ലാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, പണിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. നമ്മൾക്ക് ദൈവം വേണ്ടി വെച്ചാൽ അതൊന്നും ഇല്ലല്ലോ. നമ്മൾക്കൊരു അസുഖവും ഇല്ലാണ്ടിരിക്കട്ടെ. നമുക്ക് കിട്ടുന്ന ഇപ്പൊ നമ്മള് വലിയ ആൾക്കാരാണ്, കോടീശ്വരന്മാരെ പോലെ നമുക്ക് ആരോഗ്യമുണ്ട്, അസുഖവും ഇല്ല. അപ്പൊ അതല്ലേ മുതല്. അല്ലാണ്ട് കൊറേ കാശ് അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസും കുറെ വണ്ടികൾ വീട്ടിന്റെ മുമ്പർത്ത് കൊണ്ടുവന്ന് നമ്മൾ തന്നെ ആസ്വദിച്ചിട്ട് ഒരു കാര്യമില്ല. ഉള്ളൊരു പകുതി അവർക്കും കൊടുക്കുക. ഈക്വാലിറ്റി ആണെങ്കിൽ നമുക്ക് അപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും, ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങൾ നല്ല ഭക്ഷണം വെച്ച് നല്ല അടിപൊളി വണ്ടിയിൽ പോയി നല്ല വലിയ വീട്ടിലിരുന്നു, അതുകൊണ്ടൊരു ഇതില്ലല്ലോ. അപ്പോൾ നമ്മളെ സ്വന്തമായിട്ട് നമ്മളെ മാത്രം ആസ്വദിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. എന്താ പറ്റി എന്നെ പറഞ്ഞിട്ട് അല്ല, അമ്മയുടെ സംസാരം കേൾക്കുമ്പോഴൊക്കെ എൻ്റെ ഉമ്മായ ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഇതുപോലെ ഉമ്മ പറയാറുണ്ട്, ഉമ്മ കഷ്ടപ്പെട്ട പോലെ നമ്മൾ കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഇതുപോലെ കുറേ കടങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉമ്മയെ ഓർമ്മ വന്നതാ, അവരിരുന്ന് കരയുന്ന പോലെ തോന്നിപ്പോയി. അതൊന്നും നമ്മൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. അഭിലാഷ്, അപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ എന്താ പറയുന്നത്? ഫ്രണ്ട്സൊക്കെ അവർ ഇപ്പോൾ കുറച്ചായിട്ട് എന്താ പറയുക, വീഡിയോസ് ഇടാണ്ടായി. ഞാൻ കുറച്ച് ലാഗ്, ഞാൻ പറഞ്ഞു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, വീഡിയോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായപ്പോൾ എൻ്റെ വീഡിയോ എനിക്കങ്ങനെ കുറച്ച് ലാഗാകാൻ തുടങ്ങി. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുക എന്താണ് വീഡിയോ ഇടാത്തത്. അവർക്കും കാണാനൊരു ഇൻട്രസ്റ്റ് ആയി, നമുക്ക് അപ്പോൾ അത് കേൾക്കാൻ നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ അവർ ഭയങ്കര സപ്പോർട്ടാണ്, കോളേജിലാണെങ്കിലും പുറത്തൊക്കെ വീടിനടുത്തൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെയായിട്ട് പോകും. കോളേജിലെ ഹീറോ അഭിലാഷ് ആണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, എന്നാലും എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. ഇവിടെ കോളേജിൽ എല്ലാവർക്കും എന്നെ അറിയാം, എനിക്കും അറിയാം. നമ്മൾ പെട്ടെന്ന് അങ്ങനെ സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്നവരെല്ലാവരും ഒരേ സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരായിരിക്കില്ല. അപ്പോൾ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരുണ്ടാവും, ഒരു ടൂറിന് പോലും പൈസ കൊടുക്കാൻ പറ്റാത്ത അവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് പേരുണ്ട്, പക്ഷെ ഞാൻ അതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. കാരണം നമ്മൾ പെട്ടെന്ന് പോയി ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫീലായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല.
പെട്ടെന്ന് ഫീൽ ആയി നമുക്കും അത് എന്തോ പരിപാടിയില്ല അങ്ങനെ ചോദിച്ചില്ല. കാരണം പിന്നെ നമുക്ക് ടൂർ പോകേണ്ട അടുത്ത് എത്തിയിട്ടില്ല, സെക്കൻഡ് ഇയർ എത്തിയിട്ടുള്ളൂ, തേർഡ് ഇയറിൽ. ടൂർ പോകുന്നത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും എത്തുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അഭിലാഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞാൽ അമ്മനെ അച്ഛനെ ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. അതാണ് എപ്പോഴും ഒരു ഹാപ്പി. അഭിലാഷിനെ കൊണ്ട് ഇപ്പൊ അമ്മയും അച്ഛനും ഹാപ്പിയാണ്. അതെ. ഇനിയും ഏറ്റവും വലിയൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും അഭിലാഷിന്? അമ്മയ്ക്കിപ്പോൾ പാവപ്പെട്ട അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിച്ച് അച്ഛനമ്മയെ നോക്കണം എന്നാണ്. അഭിലാഷിന് എന്തായിരിക്കും? എനിക്കും അത് തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കുറേ കാലത്ത് ആഗ്രഹമാണ് ഒരു വീട് വേണമെന്നുള്ളത്. കാരണം ഇപ്പോൾ ഉള്ളത് റോഡ് വരെ വീടാണ്. അത് മഴ പെയ്താൽ വെള്ളമൊക്കെ ഉള്ളിൽ വീണും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് വെച്ച് കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള നമുക്ക് ഓൾമോസ്റ്റ് കടമൊക്കെ സോൾവ് ആകുമ്പോൾ ഇതുവരെയുള്ള ഓൾഡ് ഏജ് ഹോം, പിന്നെ വേറെ കുട്ടികളെ എൻ്റെ ചിലവിൽ പഠിപ്പിക്കുക, എൻ്റെ ചിലവിൽ നോക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. ഇപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് വേറെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഇപ്പോൾ ഉള്ള പദ്ധതി അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തം വീട് തന്നെ ചോരുന്നുണ്ട്, നല്ല ഇതിലല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീട് ഒന്നും കൂടി നന്നാക്കാൻ ശ്രമിച്ചൂടെ? പക്ഷേ ഞങ്ങളൊക്കെ ഓട്ടുപേര് വീടാണെങ്കിലും ഞങ്ങൾ അതിൽ സമാധാനവും സന്തോഷവും ഉണ്ട്. പക്ഷെ അവർക്ക് ഓട്ടുപേര് വീടില്ല, ഓലപ്പേര് വീടാണ്. മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഫുള്ള് അതിൻ്റെ ഉള്ളിലേക്കാണ് പോവുക. പിന്നെ അവർക്കാണെങ്കിൽ അവിടെ കുറേ കുട്ടികളുണ്ട്, പെൺകുട്ടികളൊക്കെ ഉണ്ട്. അവർക്കാണെങ്കിൽ ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല, ബാത്റൂമേ ഇല്ല അവിടെ, വീടില്ല, ബാത്റൂമില്ല, വെള്ളമില്ല, അങ്ങനെയൊക്കെയാണ്. ഗവൺമെൻറ് പോലും അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നാൽ ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ്. എല്ലാവരും ഓടി ഓടി നമ്മുടെ അടുത്ത് വരും, എല്ലാ കാര്യങ്ങൾക്കും വരും. അപ്പോൾ നമുക്ക് അതൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ അമ്മ പറഞ്ഞ പോലെ ഈ ഓടിച്ച വീട്ടിൽ ചോരുന്ന വീട്ടിൽ ഞാനും കിടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. മഴ പെയ്യുമ്പോൾ വെള്ളം പാത്രം വെച്ചിട്ട് പിടിക്കുന്നത്, അതിൻ്റെ ചുറ്റും ഇരിക്കുന്നത് ഇപ്പം ആലോചിക്കുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഒരു നല്ല വീടുണ്ടെങ്കിലും ആ സമയത്ത് ശരിക്കും ഫ്രണ്ട്സിനെ വീട്ടിൽ കൊണ്ടുവരാൻ പോലും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അവരൊക്കെ വലിയ വീട്ടിലാണ്, നമ്മൾ ചെറിയ വീട് എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഇപ്പം എനിക്കായപ്പോലും ഭയങ്കര അഭിമാനം. വീട് വലുത് വീട് ചെറുത് അങ്ങനെയല്ല, നമ്മളിന്റെ സ്വഭാവ ഗുണം. അതെ, പക്ഷെ നമ്മള് ചെറുതല്ലേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും. ആ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയാണ്. വീട് അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് വേണം. ഇപ്പൊ ഇവര് കൊല്ലങ്കോട് പോയി കണ്ടപ്പോ എനിക്ക് എന്താ പറയാ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒന്ന് പോയി അവരിനൊക്കെ ഒന്ന് കാണണം. അപ്പൊ അവരുടെ ജീവിതം നോക്കുമ്പോ നമ്മുടെ ജീവിതം ഒന്നും അല്ല. അതെ, നമ്മളൊക്കെ ഇപ്പൊ ഹാപ്പി ആയിട്ട് പോവാ. അവരുടെ ഉള്ളിൽ എന്തൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പോലും അവർക്ക് കഴിയണില്ല. പോകണം പറഞ്ഞാൽ 5 കിലോമീറ്റർ നടന്നിട്ട് വേണം പോകാൻ. അവിടെ ഒരു വഴി പോലും ഇല്ല, വണ്ടി വരില്ല, ഒന്നും വരില്ല. അങ്ങനെ കല്ലും കട്ടയും വഴിയും ഒന്നുമില്ല. നമ്മൾക്ക് അതൊക്കെ കാണുമ്പോ നമ്മളെന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുക്കണമല്ലോ. അപ്പൊ ശരിക്കും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഭയങ്കര കുറവാ. എന്നാലും ചെയ്യുന്നവരില്ലാന്നല്ല, ഇല്ലാന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അപ്പൊ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇപ്പൊ ഇത് 4ാമത്തെ ഇന്റർവ്യൂ ആണ്. ഈ 4 ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ എത്തിയത്. അല്ലാണ്ട് ഞങ്ങളുടെ അമ്മയും മോന്റെയും സാമർത്ഥ്യം കൊണ്ടല്ലോ. നമ്മൾക്ക് അത്രയും ജനങ്ങൾ നമ്മൾക്ക് ഉള്ളത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അമ്മയ്ക്ക് ഇങ്ങനെ കോളൊക്കെ വരാറുണ്ടോ? എനിക്ക് അങ്ങനെ വരാറില്ല. എനിക്ക് വരും. കാരണം പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോ എന്താ തോന്നുന്നേ? എനിക്ക് നല്ല എന്താ പറഞ്ഞ, ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അമ്മമാർക്കും അച്ഛന്മാർക്കും ഇങ്ങനെ ഒരു സമാധാനം ഇല്ല. അതെ, ഇപ്പൊ മക്കള് എവിടെയും പുറത്തു പോയി അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്തിട്ട് വരുവോ, അങ്ങനെ ഒരു വിഷമമാണ് ഇന്നത്തെ കാലഘട്ടം. നമ്മൾക്ക് ദൈവം വേണ്ടി വെച്ച് അതൊന്നുമില്ല. മക്കളെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യം ഇന്ന് വരെ വന്നിട്ടില്ല, ഇനി വരില്ല എന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് അഭിലാഷിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിയാലോ? ഇല്ല, ഞാൻ അതാ പറഞ്ഞു, ഫസ്റ്റ് തന്നെ പറഞ്ഞു, നമ്മൾ അങ്ങനെ ചെയ്തോടെ നമ്മുടെ ഫോക്കസേ പോവും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് ആ മൈൻഡ് നമ്മുടെ ഔട്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇതുണ്ട്, ഞാനിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ എന്താവുമെന്ന് എനിക്കിപ്പോൾ തന്നെ അറിയാം. എന്താവും തോന്നുന്നു? അല്ല, എന്താ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ മൈൻഡിലേ പോകും. പിന്നെ നമ്മൾ അതിനോട് നിൽക്കില്ല. പിന്നെ നമ്മൾ പണിയെടുക്കുന്ന പൈസ നമ്മൾ ഇതിൽ കൊണ്ട് ചിലവാക്കും. ഇപ്പോൾ കള്ളു കുടിക്കണമെങ്കിൽ കള്ളിന് വേണ്ടി ചിലവാക്കും. അങ്ങനെ
അപ്പോൾ നമ്മൾ ആ പൈസ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതോറും നമ്മൾ അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും, പിന്നെ അവർ സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകാൻ എനിക്കിഷ്ടം. എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല, ഇനി തോന്നത്തുമില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.